സൂപ്പർ മണം കേട്ടാ. ദോശയായ ഇങ്ങനെ ചുടണം. ഇന്നേ കിട്ടുള്ളൂ ഈ ബട്ടറൊക്കെ വെച്ച ദോശ. എന്നും ഇത് പ്രതീക്ഷിക്കണ്ട കേട്ടോ. അത് പിന്നെ അതിലേലും അത്രയല്ലേ ഉള്ളൂ. സവാളയൊക്കെ എന്തിന്? സവാള എന്തിന്? അതൊക്കെ ഉണ്ട്. വെയിറ്റ് ആൻഡ് സീ. കേശുവേട്ടാ, ഓടാ. അവളുടെ വീട്ടിലോട്ടില്ലേ നമ്മളെ വിളിച്ചായിരുന്നു, നമുക്ക് പോണ്ടേ? ഏതാവള്? എന്റെ ഫ്രണ്ട്. നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് നിന്നെ വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. മക്കള് നേരെ എന്നേ അമ്മയെടുത്ത് അച്ഛനടുത്ത് നിന്ന് പെർമിഷൻ എടുത്തിട്ടോ. ചേട്ടൻ എന്റെ കൂടെ വരുമല്ലേ, പിന്നെന്താ കുഴപ്പം? അവര് പെർമിഷൻ തരാതെ ഞാൻ വരില്ല. എന്നാ ചേട്ടൻ വിളിച്ച് പറ അവരുടെ. പോണ്ട, അവര് പണി കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ചുമ്മാ കയർപ്പിക്കാ പോയെ. ഞാൻ ചെയ്തു തരണോ? ഞാൻ ചെയ്തു തരണോ? ഞാൻ ആവശ്യമില്ല. എന്തിനാന്ന് പറ. എന്തിനാന്ന് പറ. അമ്മായി നോക്കിക്കോ അമ്മായി. ഗൗരി, ഓ നീ നാളെ വീട് വരെ ഒന്ന് പോകണം. പഞ്ചായത്തിൽ നിന്ന് പുതിയ പമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അപേക്ഷ അവിടെ പോയി കൊടുക്കണം. പിന്നെ കൃഷി ഓഫീസിൽ പോകണം. അച്ഛൻ പോയെന്നാൽ ശരിയാവില്ല. രണ്ടിടത്തും പോയിട്ട് വരുമ്പോഴത്തേക്ക് ഉച്ചയാകും. വയ്യാത്തല്ലേ, ഞാൻ തന്നെ പോയി ചെയ്യണം. ശ്രീ പോയിട്ടോ. ഇതെന്താണ് പരിപാടി? മാമ, ഓംപ്ലേറ്റ് ഓംപ്ലേറ്റ് ഓംപ്ലേറ്റ്. ഇതിനുള്ള പുറപ്പാടായിരുന്നു. ഓഫ്കോഴ്സ്. എടാ, മുട്ട എടുത്തിട്ട് കഴുകത്. മുട്ട കഴുകണ്ടേ? ഇങ്ങെടുത്താണ്. ആണോ? അന്ന് കണ്ട കളർ ഉണ്ടായത്. നോക്ക് നീ. പെട്ടെന്ന് ഉണ്ടാക്ക്. ഓ മാമ, ഓൺ പ്രോഗ്രസ്. 10-15 മുട്ട മേടിച്ചാലേ 2 ദിവസം കൊണ്ട് തീരും. നിന്റെ കേശോട്ടം തന്നെയല്ലേ പൊരിച്ചടിക്കണം. ഗൗരി, ഓ ഞാൻ നാളെ രാവിലെ പോകും കേട്ടാ. എന്നെ കൂടെ കൊണ്ടുപോവാ? മകളെ, മാമ വെറുതെ പോവല്ല, ഭയങ്കര അലച്ചിലായിരിക്കും. ഇനി പോകുമ്പോ കൊണ്ടുപോകാം കേട്ടാ. അത് മതി. ഇന്ന് ഫിഷ് കറി ഒന്നും കാണൂലേ? ഇനി വേണമെന്ന് നിർബന്ധമാണെങ്കിൽ വച്ചു തരാം, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവൂല. കുട്ടാൻ ഗൾഫില് പാചകം ചെയ്യുന്നല്ലേ, ഇപ്പൊ മീൻകറി വെക്കാൻ അറിഞ്ഞൂടെ? കുട്ടുമാമ ഉണ്ടാക്കിയതാണ്, പക്ഷെ ഉണ്ടാക്കൂല. പൊന്നളിയ തങ്കളിയ എൻ്റെ മച്ചമ്പി, തങ്കളിയ പൊന്നളിയ എൻ്റെ മച്ചമ്പി. മച്ചടേ, അയ്യോ വരൂടേ, വരൂ. ബാസ്യങ്ങളെ, എന്താണ് അന്ന് മുങ്ങിയതാണല്ലോ, പിന്നെ ഇന്നാണല്ലോ പൊങ്ങണേ. എന്തായിരുന്നു ഇത്? ചക്ക. പറ, ചക്ക. ചക്ക കണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. എവിടുന്നത്? ഇത് പ്രകൃതി രമണീയമായ എൻ്റെ പ്രാവച്ചമ്പലത്തിൽ നിന്ന് ട്രെയിനിൽ കയറ്റി കൊണ്ടുവന്നത്. ബാസ്യങ്ങളെ, അയ്യേ, തിന്നണ സാധനം കണ്ടപ്പോ ഒലിപ്പിക്കണ വിളിക്കണായിട്ടില്ലേ കള്ളായി. ഇതാരിത്? ചക്ക കയ്യിൽ കുപ്പിയൊന്നുമില്ലേ? കഴിഞ്ഞ തവണ ചങ്കരപ്പൂപ്പന് മേടിച്ചു കൊടുത്തപ്പോഴേ അപ്പൂപ്പൻ കരണം പൊത്തി ഒരെണ്ണം തന്നു, ഓർമ്മയുണ്ടാ? എടേ, അമ്മയാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തതല്ല, അങ്ങനെ കരഞ്ഞ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. അതിനുള്ള പാരിതോഷികം എനിക്ക് തരുകയും ചെയ്തു. നീ ഒരു കാര്യം നോക്കിക്കോ, അങ്ങനെ ഇവിടെ ഒന്നും ചാടുമല്ല. ചാടുമ്പോൾ ഞാൻ 1 ലിറ്റർ സാധനം വാങ്ങിച്ച് വായിൽ മനപ്പൂർവ്വം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ബാസ്യങ്ങൾ എവിടെ കാണും? ഞാൻ സിംഗപ്പൂർ മുങ്ങും. അയ്യോ ബാസ്യങ്ങള്. അയ്യോ ബാസ്യങ്ങളാ? ഞാൻ രാക്ഷസനാ? കാണുമ്പോ അയ്യോ ബാസ്യങ്ങൾ, അയ്യോ ബാസ്യങ്ങൾ. ഇപ്പോൾ എന്തിനാ ഇത്? സുഖം തന്നെ. എന്തൊരു സുഖമക്കളെ, പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അവിടെ അമ്മയ്ക്ക് വയ്യ കിടക്കുന്നത്. അമ്മയെ നോക്കാൻ വേണ്ടി കുഞ്ഞമ്മ വന്നിരുന്നു. കുഞ്ഞമ്മ അമ്മയും കൂടെ വഴക്കായി. കുഞ്ഞമ്മ പാണ്ടവും പൊക്കണവും എടുത്തുകൊണ്ട് നേരെ അങ്ങ് വെള്ളനാട്ട് പോയി. ആകെയുള്ള ഭാര്യ അങ്ങ് സിംഗപ്പൂർ. പുഷ്പല ചേച്ചി ഇപ്പോഴും കൂടെ ഇല്ലേ? ഞാൻ ചേച്ചി കളഞ്ഞിട്ട് പോയെന്ന്. ശ്രീകുട്ടാ, തുടങ്ങിയല്ലേ ഉള്ളൂ, കാണാം. എന്തോന്ന് കാണാം? തമാശ. ഇതേ ഞാൻ ഗൗരിമോ കൊണ്ടുവന്ന വരിക്ക ചക്കയാണ്. എത്ര വർഷമായി മോള് വരിക്ക ചക്ക കഴിച്ചിട്ട്? ഞാൻ ഈ ഇടയ്ക്ക് കഴിച്ചേ ഉള്ളൂ. അങ്ങ് പടവലത്തന്നെ മഹാദേവൻ വല്യച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ കഴിച്ചു. അയ്യോ, അത് വെറും മണിക്ക. ഇതെന്ന് പറഞ്ഞാൽ തേമ്പരിക്ക. സൂപ്പർ മധുരമാണ്. ശ്രീകുട്ടാ, ഞാൻ അങ്ങോട്ട് പോട്ടാടേ. ചെന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട്. കുറേ ദിവസം വീട് അടച്ചിട്ടിരുന്നല്ല, അത്രയും മാറാലേം പോയാറേം പിടിച്ചു കിടക്കുന്നു. നമ്മളവിടെ ആരെങ്കിലും ഉണ്ടോടെ സഹായിക്കും, ഒറ്റയ്ക്കെല്ലാം ചെയ്യണ്ടേ? അണ്ണ ഇവിടെ ഇരി പറയട്ടെ. പിന്നെ പുഷ്പല ചേച്ചിയുടെ അടുത്ത് ഇവിടെ ഒന്ന് താമസിക്കാൻ പറ. ഇവിടെ നല്ലൊരു വീടും സ്ഥലമൊക്കെ വാങ്ങിക്കണം. ഇല്ലെങ്കിൽ പ്രാവച്ചമ്പലത്തോ പിന്നെ അല്ലെങ്കിൽ മറ്റേ സ്ഥലത്തിൻ്റെ പേരെന്താണ്? തിരുവല്ലത്തോ വീട് വാങ്ങിച്ചിട്ട് അവിടെ അങ്ങനെ താമസിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പോയി സിംഗപ്പൂർ പോയി സെറ്റിൽ ആവണം. എടേ, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇവിടെ ജീവിക്കാൻ താല്പര്യമില്ല. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അമ്മയെ കളഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇഴഞ്ഞെങ്കിലും തിരുവനന്തപുരത്ത് എത്താം. ഇതിപ്പോൾ അമ്മയും ഇങ്ങനെ കിടക്കുന്നത്, അങ്ങോട്ട് പോകാനും വയ്യ. എനിക്കാണെങ്കിൽ അവിടെ പോയി അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇതാണ് സാഹചര്യം. പക്ഷെ അവളത് മനസ്സിലാക്കണ്ടേ. ഇപ്പം പിന്നെ വിളിയുമില്ല. എന്തൊരു പറയാൻ നോക്ക്. ശ്രീകുട്ടാ,
ഉള്ളത് പറഞ്ഞാൽ അമ്മ കിടക്കണ കാലം വരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം. അവരെ സമയം കൂടെ കഴിഞ്ഞാൽ പിന്നെ എന്തൊരാവുമെന്ന് കണ്ടു തന്നെ അറിയണേ. പോണവരെ പോട്ടല്ലേ. ഓട്ടാ ക്ലേ ക്ലേ തിന്നണ കേട്ടാ. ഹലോ, ആരാണ്? ആ വാസിയണ്ണ, എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയണ്ണ? ശരി. ഏ ആ ആ ആ ആ ആ ഏ ഏ ഓ, നമ്മളിവിടെ തന്നെ ഉണ്ടെണ്ണ. അണ്ണൻ വിളിച്ചാൽ മതി. ഓ, പടവലത്ത് എല്ലാവർക്കും സുഖം തന്നെ. ഓ, നമ്പർ എവിടെ നിന്ന് കിട്ടിയത്? എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറയണേ, ബാസിയുടെ മനസ്സ് വെച്ച് ആരുടെ നമ്പരും കിട്ടും. പിന്നെ നമ്മൾ ബാസിയുടെ വീട്ടിൽ വിരുന്നിന് പോകണമെന്ന്. വിരുന്നിനാ? ഓ, നമ്മളിപ്പോഴും അവർക്ക് പുതുമോടിക്കാരല്ലേ. ഒരു ദിവസം പോവാൻ കൂട്ടും അമ്മ, എന്നെ കൂടെ കൊണ്ടുപോണേ. സാധാ പോകുമ്പോ ഒരു കൊച്ചുകുട്ടികളെ കൊണ്ടുപോയല്ലോ. സാധാരണ പോകുമ്പോഴാ അതൊക്കെ അറിയാം. അപ്പം പണ്ടൊക്കെ ആൾക്കാർ വിരുന്നിന് പോകുമ്പോഴത്തേക്ക് ബന്ധത്തിലുള്ളൊരു കുട്ടിയും കൂടെ വിരുന്നിന് കൊണ്ടുപോകും. ഇപ്പോഴും അങ്ങനെ ഒരു ചെറിയൊരു സമ്പ്രദായമുണ്ട്, ചടങ്ങല്ലാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അല്ല കുട്ടുവാമോ, ഞാൻ ആലോചിക്കണ അതല്ലേ, ബാസ്യങ്ങൾ ഇത്രയും നാളും മുങ്ങി കിടന്നിട്ട് ഇപ്പൊ ഇതെന്തിനാണ് ചാടിക്കറി വന്നതെന്നാണ്. അതങ്ങനെയാണ്, ഒരു ദിവസം വരക്കിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കാണത്തില്ല, പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങ് വരും. എടാ ചേട്ടനെ കണ്ട എപ്പോഴും ഭാഷ ഉടക്കാണല്ല. എന്താണ് ഉടക്കാണല്ലാന്ന്? എന്തോന്ന് ഉടക്കുക, ചുമ്മാ നമ്പറല്ലേ. രണ്ടുപേരും തമ്മിൽ കാണുമ്പോഴത്തേ കടിച്ചു കയറാൻ നിൽക്കണ പോലെ നിൽക്കും. ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ആരും ഇല്ലെങ്കിലും ഉണ്ടല്ല, അളിയനും മച്ചമ്മയും തമ്മിൽ കമ്പനിയാണ്. 1000 പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഭാഷകളിന് അമ്മയെ പേടിയാ. അത് പറഞ്ഞത് കറക്റ്റാണ് കേട്ടാ. ബാസ്യങ്ങൾ അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ അനുസരിക്കും. സംഭവം സഹോദരി എന്നൊക്കെ പറഞ്ഞാണ് നടപ്പ്. ഈ പണ്ട് ബാസ്യങ്ങളും അച്ഛനും കൂടെ ഇടയ്ക്കിടയ്ക്ക് കമ്പനി കൂടും. അപ്പോൾ കുറച്ചൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. അമ്മ ഒരു ദിവസം അങ്ങ് ബ്ലോക്ക് ചെയ്ത് തീർന്ന് അവിടെ വെച്ച് നിന്ന്. ഇതൊക്കെ ആണെങ്കിലേ അടി കൊള്ളാനും കൊടുക്കാനും നേരില് പോലെ നിന്നോളൂ. അതാണ് ബാസി എണ്ണ. അതാണ്. മാമ പണ്ട് നമ്മൾ തട്ടുകട തുടങ്ങിയത് ഓർമ്മ. അടി എന്ന് പറഞ്ഞാൽ പൂരടിയായിരുന്നു അവസാനം. ഒരു സൈഡിൽ അടി ഉണ്ടാക്കുന്ന ആൾക്കാർ, ഒരു സൈഡിൽ മാമൻ, അച്ഛൻ, ബാസ്യങ്ങള്, നവാസുക്ക, പിന്നെ ഞങ്ങൾ പിള്ളേർ. 1 മണിക്കൂർ നീണ്ടിരുന്നു, ഓടിയാർന്ന് അടിയായിരുന്നു. ദോശമാവൊക്കെ ഇവിടുത്തെ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് പോകും. മുട്ട എടുത്തെറിയില്. തട്ടുകട എവിടെയായിരുന്നു? ഇവിടെ വല്ലാത്ത കുടുംബം തന്നെ നിങ്ങളെ. വല്ലാത്ത കുടുംബം എന്നും പറഞ്ഞാൽ പോരെ, ഒരു മഹാകുടുംബമാണ്. എന്തൊക്കെ തുടങ്ങിയ എല്ലാ സംരംഭങ്ങളും പൊട്ടി. പിന്നെ ചിട്ടി കമ്പനി തുടങ്ങിയ അടി, അവസാനം വെട്ടായി. അച്ഛൻ വെട്ടുകത്തി എടുത്തോണ്ട് വെട്ട ഓട്ടിച്ച്. പിന്നെ ആരാണ് വെട്ടാൻ വേണ്ടി ഓടിച്ചത്? വെട്ട ഓട്ടിച്ചാരായിരുന്നു? സുഭാഷ് അണ്ണനാ. സുഭാഷ് അണ്ണ ഇവിടുത്തെ ഏതൊരു അണ്ണനെയാണ്. സംഭവം ചിട്ടി കമ്പനി പൊളിഞ്ഞല്ലേ. ആ സമയത്ത് അവര് കലിപ്പിൽ അവന്മാർ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അച്ഛന് കലി എടുത്ത് അച്ഛൻ വീട്ടിനകത്ത് ഓടിക്കടി. എല്ലാവരെയും വെച്ച് പൈസ എടുക്കാൻ വേണ്ടി ഓടിയെന്ന്. വെട്ടുകത്തി എടുത്തോണ്ട് ഇറങ്ങി ഒരു വെട്ട് ഒപ്പു. ആരെയും വെട്ടിയില്ല, തറയിലെ വെട്ടിയുള്ളൂ. പിന്നെ ഗുണ്ടപാലു, മൊട്ടപാലു, പിന്നെ ഒരു പാറമടയിൽ പോയി മേശിരി പണി, പ്ലംബർ പണി, പണിയോടെ പണി എന്ന് പറഞ്ഞ് വേണ്ട തുടങ്ങിയതെല്ലാം പൊളിയുകയും ചെയ്ത് കാശും പോയി. അമ്മയുടെ ലക്ഷക്കണക്കിന് പൈസ പോയി. എന്റെ അമ്മായിയേ. എടാ മക്കളെ, ഇനി നമുക്ക് ഇവിടെ ഈ പാറമടയിലെ കുറച്ച് മീനിനെയും കൂടെ വളർത്തണം. കേക്കല്ലേ, ഐഡിയ കേക്കല്ലേ. കൊണ്ടുവന്നിടും 2000 മീൻ കുഞ്ഞിനെ, പിന്നെയും പോവും ലക്ഷങ്ങൾ അമ്മയുടെ. ഞാൻ ഇറക്കാടാ. ഉറപ്പാണ്? അതിന്റെ വിളിച്ചു പറയട്ടാ. എന്തേ ഓമ നോക്കിപ്പോ അല്ല പുറത്തു തുടങ്ങി. ഹൈവേയിൽ ആര് പറഞ്ഞ് കാലുകൊണ്ട് നോക്ക്. പോമ്പ വാ. കാര്യം എന്ത്? ശ്രീ എന്തോ ആലോചന നിക്കണം. ചില നല്ല കാര്യങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. സാരമില്ലടോ, നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. ചോദിക്കെന്താണ്? ഹലോ, എന്താണ് ഒറ്റയ്ക്ക് വീട്ടിലിരുന്നപ്പോ ബോറടിച്ചാ? എന്തോ ഇല്ല, വെട്ടിയില്ല. ഓ ഓ ഓ വെട്ടാം. ശരി. ചക്ക വെട്ടിയാ. കേശു അവ എവിടെ? കേശു എന്തരും അമ്മ. എടേ, ആ ചക്ക ഇങ്ങെടുത്തോണ്ട് വാ. നാളെ പഴുത്തൊലഞ്ഞു പോന്നു.
നമുക്ക് അറിഞ്ഞൂടാത്ത പോലെ വരിക്കച്ചക്ക ആയതുകൊണ്ട് ഒലഞ്ഞു വന്നു. എടുത്തിട്ട് വാ. ആ. ഗൗരിക്ക് അറിയാമോ? എനിക്കത് പറഞ്ഞൂടാ. അതല്ല, നമ്മൾ ഈ ചില അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അറിയാമോ എന്ന് ചോദിക്കേണ്ട ഒരു പ്രയോഗമുണ്ട്. എനിക്ക് തലപ്രാന്ത് എടുക്കുന്ന സ്ത്രീ, എന്തോന്ന് കാര്യം പറ. അത് പലയിലും ചക്കയുണ്ട്. വരിക്കച്ചക്ക, കൂഴച്ചക്ക, തേൻ വരിക്കച്ചക്ക. എന്ത് പിന്നെന്ത് ആയിക്കൊണ്ടിരിക്കണ? ഒന്നുകൂടെ പറഞ്ഞുതരാം. പണ്ട് നമ്മുടെ പടവലത്തെ 42 ഇനം പ്ലാവുകളുണ്ടായിരുന്നു. ഇപ്പൊ 10ഓളം ഇനം ഉണ്ട്. ഈ ചക്ക സീസൺ ആകുമ്പോഴത്തേക്ക് ആ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ പറമ്പിലായിരിക്കും, പച്ചച്ചക്കയ്ക്കും പഴുത്ത ചക്കയ്ക്കും വേണ്ടിയിട്ട്. ഇത് രസമുള്ള കാലമായിരുന്നു. മകളെ കഥയും കണ്ടിരിക്കാതെ എടുത്തോണ്ട് വാടാ. പാടി വാ. സാധാരണ ഇങ്ങനത്തെ സാധനം കണ്ടവൻ ചാടി വീണാണല്ലോ. ഇതെന്തോ പറ്റി? വെട്ട് മാമ. വെട്ട് ഇവിടെ നീ. അടുക്കിട്ട് വെട്ടാനാ മാമ. വെട്ട് മാമ. മാവും വെട്ടൂല. നീ വെട്ടാൻ മുറിക്കാനുള്ള പ്രായമായി. നീ വന്ന് വെട്ട്. വാ വെട്ട്. ഞാൻ വെട്ടാനാ? എന്നാ പിന്നെ വെട്ടാ. മാമന്റെ ഫോണ്. കൊള്ളൂല കേട്ടാ. വെള്ളം പിടിച്ച് ചേക്കാൻ തോന്നുന്നു. അതാ ഞാൻ വെട്ടിയതിന്റെ പ്രശ്നം മാമ. കഴിച്ചു നോക്ക്. വരിക്ക ചക്കയെന്ന് ആര് പറഞ്ഞത്? കൂയ. മധുരമുണ്ട്, പക്ഷെ ലുക്കില്ല. ലുക്കില്ല അല്ലേ? മാത്രമല്ല കൂഴ ചക്ക. ഇത് വരിക്കാണോ കൂഴയെന്ന് അറിയാൻ പറ്റണില്ല. രണ്ടും കൂടെ മിക്സ്. പാവം, എന്തോന്നായാലും എനിക്ക് വേണ്ടി കൊണ്ടുവന്നില്ലേ. ബാസി ഇനി എന്തായാലും വിളിക്കൂല. ചക്ക നല്ലതാണോ ചീത്തയാണെന്ന് അറിഞ്ഞൂടല്ല. കൂട്ടാൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും പിന്നെ ആൾക്കാരുടെ ഇടിച്ചു കയറി വരാൻ വാസ്യങ്ങളെ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. ഭയങ്കര കഴിവ് തന്നെ. അത് സത്യം. കുറെ നാളായ പുള്ളിക്കാരെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? യുഗങ്ങളായെന്ന് വേണം പറയാൻ. സത്യം പറഞ്ഞാൽ കുറെ കൊല്ലങ്ങളായി. നമ്മളിവിടെ വരുന്നതിന് മുമ്പേ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ ഈ വീട് സെറ്റ് ചെയ്ത് കൊടുത്തതിന്റെ പുള്ളിയാണ് അച്ഛന്. അതല്ലേ നമ്മളൊന്നും ഇത്ര ബന്ധം. അതല്ലേ ബാസിയാണ് സെന്റി മൂഡിൽ ഇടയ്ക്കിടയ്ക്ക് പറയണത്. പണ്ടൊരു മഴക്കാലത്ത് ഒരാൾ മഴയും നനഞ്ഞുകൊണ്ട് വീട് നോക്കി ഈ വഴിയേ ഇങ്ങനെ വന്നു. അപ്പോൾ എതിരെ ഒരാൾ വന്നു. മഴയും നനഞ്ഞുകൊണ്ട് വന്ന ആളാണ് ബാലുവാണ്, എതിരെ വന്ന ആളാണ് ബാസിയാണ്. അതാണ് ആദ്യ സംഗമം. ആ ഗൗരിയായി. ഓ അണ്ണനാ? ഓ, ഇതെന്തരാണത്? എന്തരാണത്? തൂക്കണ? അന്നിവിടെ കാലെടുത്ത് വെച്ചെന്നെ അന്ന് പോലെ പണി തന്നെ. പണിയത് നടു ഓടിക്കോ? നമ്മളെന്തോ ജോലിയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ജോലിയാണ് നീലു ചേച്ചിയാണ്. ഒന്നും പറയണ്ട. സത്യം പറഞ്ഞാൽ അവ ഇട്ട് കഷ്ടപ്പെടുത്തന്നല്ലേ. ശരിക്ക് നിലുവിനെ നല്ല കുടുംബം, നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, നല്ല പെരുമാറ്റം എല്ലാം ഉണ്ട്. അതിന് ഈ ഗതി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോണ്ടല്ലോ പാവം. നീലു ചേച്ചിക്ക് ഇവിടെ എന്തോന്ന് പ്രശ്നം? ഇവിടെ സന്തോഷമായിട്ടല്ലേ ജീവിക്കണം? സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇത്രയും എണ്ണത്തിനെ കൊണ്ട് പോകണ്ടേ? മാച്ചോണ്ട് പോകണേ? എങ്ങനെയാണ് പോണത്? നീലൊരു ജോലി ഉള്ളണ്ടല്ലേ. ഇവൻ എന്തിനാണ് ജോലി? ഇവൻ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുമോ ജോലിക്ക്? അങ്ങടി ഇങ്ങടി അല്ലേ അവൻ നിൽക്കുന്നത്? എവിടെയെങ്കിലും എടുത്ത് ഉറച്ചു നിൽക്കുമോ? ആണുങ്ങളായ ഒരു തൊഴിൽ വേണം. അല്ല, അണ്ണൻ എന്താണ് ജോലി? അത് കുറെ ജോലിയൊക്കെ പോയി കേട്ടോ. പക്ഷെ സംബന്ധം അറിയാം, ഒരിടത്ത് ഇതുപോലെ ഉറക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അവസാനം ദേഷ്യം ഇപ്പോൾ ഒരു ജോലിക്കും പോകണ്ട. എല്ലാം നിർത്തി. പുഷ്പലത ചേച്ചി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോണെന്ന് പറ. എൻ്റെ അമ്പോ, അവളെ തൊഴണം. ദൈവമാണ് അവള്. സത്യം പറഞ്ഞാലേ ഞാൻ ഇപ്പൊ ഗൗരിയെ കാണാനാണ് വന്നത്. എന്നെ കാണാനാ? ഓ, ശ്രീകുട്ടനും പിള്ളേരും കൂടെ അങ്ങോട്ട് കടയിലോട്ട് പോകണണ്ടല്ലോ, ജംഗ്ഷനിലോട്ട്. പോയി. ചേട്ടാ കാര്യം പറ. അതായത് ഗൗരി, ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയിരുന്നല്ല പ്രാവച്ചമ്പലത്ത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഇവള് ചിലവിന് കുറച്ച് പൈസ അയച്ചിരുന്നു. ഈ പൈസ കംപ്ലീറ്റ് തീർന്നുപോയി. അമ്മയ്ക്ക് വയ്യായിരുന്നപ്പോഴല്ലേ ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ മരുന്നും മങ്ങണിയും കുഞ്ഞമ്മയും അവരെ ചിലവും എല്ലാം കൂടെ എൻ്റെ ദൈവത്തിനാണ് കയ്യിൽ നിന്ന് പൈസ കംപ്ലീറ്റ് അവിടെ കടം വാങ്ങിച്ചേ. ഇപ്പോൾ അത് 5 പൈസ കയ്യിലില്ല. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പച്ചടയുണ്ട്. ഈ പച്ചട ഒരു 5000 രൂപ കൊടുക്കാറുണ്ട്. അതിപ്പോൾ എന്തിനു ചെയ്യുന്ന ആലോചിച്ച് ഞാൻ കുടുങ്ങി നിൽക്കുകയാണ്. സാധനത്തിന്റെ വിലയെ പറ്റി ഗൗരിക്ക് എന്തിനും അറിയാം? സാധനത്തിന്റെ വില? മാങ്ങാ തൊലി അറിയാം. നിങ്ങൾ കുറെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് അടിച്ച് പൊളിച്ച് അങ്ങ് തീർക്കല്ലേ പൈസ കംപ്ലീറ്റ്. ചേട്ടൻ എന്തോന്ന് വർത്താനം പറയണം? ആ വർത്താനം ഞാൻ പറഞ്ഞു പോയെന്നുള്ളൂ. നിങ്ങളെ ഇഷ്ടം. നിങ്ങൾ ലക്ഷങ്ങളോ കോടികളോ തീർക്കുക, അതറിയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. അത് എനിക്ക് പറയേണ്ട കാര്യമില്ല. എനിക്ക് അതിൻ്റെ അവകാശമില്ല. നിങ്ങൾ എന്ത് വേണം ചെയ്തോ. ഇവിടെ എല്ലാരും പറയും ചേട്ടാ സംസാരിച്ച് കുഴപ്പിച്ച് കളയുന്നു. ഇപ്പൊ മനസ്സിലായി. സത്യം പറഞ്ഞ് ചുമ്മാ വളവല്ല സംസാരിക്കുന്നുള്ളൂ. ഒരു കാര്യമില്ല. അതെന്തോന്നോട്ടെ അങ്ങനെ? എൻ്റെ പൊന്നു ഗൗരി,
ഞാൻ ചിരിക്കണമെന്നേ ഉള്ളൂ. ഒരു സാധനം വാങ്ങിക്കാൻ നിവൃത്തിയില്ല ചേട്ടാ. ഞാൻ പട്ടിണി കിടന്ന് മിക്കവാറും ചാവും. ചേട്ടൻ എന്തിനാട്ടെ ഇങ്ങനെ പറയണ? ചേട്ടൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചൂടെ? കുറച്ച് മുന്നേ കൂടെ ശ്രീയും കേശും ഒക്കെ പറഞ്ഞേ ഉള്ളൂ ചേട്ടൻ ഈ വീടുമായിട്ട് ബന്ധത്തിനെ പറ്റി. അവർ നല്ലത് തന്നെ പറഞ്ഞത്. ഏറെക്കുറെ നല്ലത്. അപ്പൊ ഗൗരി എൻ്റെ സാഹചര്യം മനസ്സിലാക്കി എനിക്ക് ഒരു 5,000 രൂപ തരണം. പിന്നെ അന്നവിടെ ഒന്നും വേണ്ട. ഈ 5,000 രൂപ തരണ കാര്യം ഈ ശ്രീകുട്ടനോ ബാലുവോ പിള്ളേരോ ആരും അറിയരുത്. പിന്നെ ഈ പൈസ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തരൂലേ. ഈ തിരിച്ചു തരണ കാര്യവും അവരടുത്ത് പറയണ്ട. ഇനി പറ, ഞാൻ എന്ന് ഗൗരിക്ക് പൈസ തിരിച്ചു തരണം? അതിന് ഞാൻ പൈസ തന്നില്ലല്ലോ. അത് വിട്, എന്ന് തിരിച്ചു തരണമെന്ന് പറ. അത് അടുത്ത മാസം ആരും കൊണ്ട് തന്നിരിക്കുന്നത്? അടുത്ത മാസം ഇനി വേറെ ചിലവുകളടക്കാണ്. അടുത്ത മാസം തരാം. ഗൗരി നമ്പർ പറ. 62373983. ഒരു ഹായ് അടിച്ചിട്ടുണ്ട്. അതിലോട്ടിട് പൈസ. ഞാൻ ഇട്ടുതരാം. ഇപ്പൊ ഇട്. ഇപ്പം വേണോ? ഓ പിന്നെ ഇട്. ഇത്തോളെ നിവൃത്തിയില്ല മക്കളെ. മക്കളെ നിന്നെ പോയി വന്നതേ വലിയ സന്തോഷമായിരിക്കും. ഭാഗ്യമായില്ലേ. അയച്ചിട്ടുണ്ടാ? താങ്ക് യു വെരി മച്ച്. പിന്നെ അടുത്ത പ്രാവശ്യം അണ്ണൻ പ്രാവച്ചപ്പലത്ത് പോകുമ്പോഴത്തേക്കും മക്കൾക്ക് നെല്ലിക്ക കൊണ്ടുവരും. എന്ത് നെല്ലിക്കാന്നറിയാമോ? കാട്ടു നെല്ലിക്ക. അടുത്ത മാസം പൈസ നോക്കട്ടെ. റെഡി ആവണമെങ്കിൽ അയക്കാല്ല. ഇവിടെ വെപ്പളം കാണിക്കാതെ. ഇവിടെ അല്ല അടുത്തടുത്ത് കിടക്കല്ലേ. ഇത് കൊള്ളാം. ഇവിടെ ഉള്ളതിനേക്കാളും ഒക്കെ ഇപ്പം ഇതായിട്ട് വന്നിരിക്കുകയാണല്ലേ. മക്കൾ ധൈര്യമായിട്ടിരി. അണ്ണ ഉണ്ടല്ലേ. പറഞ്ഞു കളയല്ലേ. വേറെ പ്രശ്നമൊന്നുമില്ല. അറിയാലോ ഇടയ്ക്കിടയ്ക്ക് അടിയും വഴക്കുവാണത്. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ട്. പറയില്ല, മിണ്ടണ്ട. കറക്റ്റാണ് വന്നിരിക്കും. അടുത്ത മാസം വരും. പൈസ തരണേ. തരാന്ന് കിടന്ന് പൈസ ചുമ്മാ അലപ്പുമ്പോൾ. ഗൗരിയേ ക്ഷീണിച്ചു കൂട്ടാമ്മ. ക്ഷീണിച്ചാ മക്കളെ? ഗൗരി കേശു എവിടെ? അവന്റെ ചീരുവാ, ശ്രീനിയാ. ആരെ വിളിച്ചിട്ട് അങ്ങോട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നെല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ആദ്യം ഐസ്ക്രീം, പിന്നെ മുട്ടായി, പിന്നെ വീണ്ടും ഐസ്ക്രീം. എന്ത് മാവല്ലായിരിക്കും? ഒന്നുമില്ല. പറ. അമ്മ അച്ഛൻ അങ്ങനെ വിളിച്ച? ഇല്ലെന്നേ. പിന്നെ ചേച്ചി വിളിച്ചായിരിക്കും. വന്നു. സംഭവം എന്താണ്? ഒന്നുമില്ല. പറ കാര്യം. അതെ, ഞാൻ ഒരു കാര്യം പറയാം. പക്ഷെ ഇവിടെ കിടന്ന് ബഹളം വെക്കില്ലേ. പറ. എന്തോന്നാണ് സംഭവം? എന്താണെന്ന് പെട്ടെന്ന് പറ അങ്ങോട്ട്. ഇതെന്തോന്ന് വരെ ഒരു കാര്യം പറയാൻ പറ്റൂല. ഞാൻ അപ്പോഴത്തെ ടെൻഷൻ കൊണ്ട് പറഞ്ഞേ. മോള് പറ, എന്താ സംഭവം? എന്താണ് കാര്യം? എന്താണ് സംഭവം എന്ന് വെച്ചാ, എനിക്ക് മനസ്സിലായി എന്നെ കുപ്പിയിലാക്കിയാണെന്ന്. പക്ഷെ ഒരാൾ പട്ടിണി എന്നൊക്കെ പറയുമ്പം നമ്മളെ മനസ്സലിഞ്ഞു പോവില്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു പറ്റിച്ചൊന്നുമല്ല. എന്തോ ഒരു അവസ്ഥയിലാണ് സംഭവം. ആരെങ്കിലും വന്ന് സങ്കടം പറഞ്ഞപ്പോഴത്തേക്ക് മാലയോ വളയങ്ങനെ ഊരി കൊടുത്താ? എന്താണ്? അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ കുഴപ്പിച്ച് പൈസ വാങ്ങിച്ചോണ്ട് പോയെന്നേ. ആര് കുഴപ്പിച്ച്? നിങ്ങൾ ജംഗ്ഷനിലോട്ട് പോയില്ലേ, അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്നിട്ട് വന്ന വിവരം നിങ്ങൾക്കൊന്നും പറയല്ലെന്നും പറഞ്ഞു. ആരാണ്? എന്താണ്? വ്യക്തമായിട്ട് പറ. അതായത് ബാസി അണ്ണൻ എന്നിട്ട് പുള്ളി ഒരിടത്തുനിന്ന് സാധനം വാങ്ങിച്ച് സാധനം വാങ്ങിച്ച് അവിടെ ഫുള്ള് പറ്റാണ്. ആ പൈസ കൊടുത്തില്ലെങ്കിൽ ഇനി പട്ടിണിയായി പോവും, മരിച്ചു പോവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നീ എന്തോ ഇത്? അപ്പോഴെനിക്ക് പാവം തോന്നി, ഞാൻ കുറച്ച് പൈസ കൊടുത്തു. ചായ കുടിക്കാൻ 100 രൂപ കൊടുത്ത? പിന്നെ ഞാൻ ഒരു 5000 രൂപ. കണ്ണ് തപ്പിയപ്പോ സെന്റ് അടിച്ച് പൈസ വാങ്ങിച്ചോണ്ട് പോയി. സാരമില്ലെന്ന്, 2 മാസം കഴിയുമ്പോ തിരിച്ച് പൈസ തരും. ഓ തരും. നീ താണ്ട പാറമണ്ടയുടെ സൈഡിൽ പോയി ഇങ്ങനെ കുത്തിയിരുന്നോ? പാസിയാണ് അക്കരെ നിക്കരെ നീന്തി കൊണ്ടുവരും പൈസ. ചക്ക കൊണ്ടുവന്നപ്പോഴേ വിരയിച്ചു. ഡേയ്, നീ എന്നെ കേശുവിനെ വിളിക്കാത്തെന്ത്?
മണ്ടത്തരം കാണിക്കണതിന് ബുദ്ധി വേണ്ടേ? അതെ എനിക്ക് മനസ്സിലായി കുഴപ്പമാണെന്ന്. പക്ഷെ കുടുംബമായിട്ടും ബാലുചേട്ടനായിട്ട് ഇത് ഇത്ര കുടുംബമായിട്ട് അവരുമായിട്ടാണ് ബന്ധം. ബാലുചേട്ടന് ബാസിയേട്ടനായിട്ട് നീയായിട്ട് എന്താണ് ബന്ധം? ഇങ്ങനെ സംസാരിക്കും. പിന്നെ എങ്ങനെ സംസാരിക്കണെന്ന്? കൈയോടെ പൊക്കിയ പൈസ കിട്ടും. കൈയോടെ പൊക്കിയ പൈസ കിട്ടും. അല്ലെങ്കിൽ ആ 5000 രൂപ തീരുന്നൊരു ഏരിയ കാണൂല. ഈ ഏരിയ കാണൂല. ശരിയാണ്. എന്താ പറഞ്ഞു? ശ്രീ പൈസ പോണെങ്കി പോട്ട്. ചിലപ്പോ സാധനം വാങ്ങാനാണെങ്കിലോ. ആ സാധനം വാങ്ങിക്കാൻ തന്നെ. പക്ഷെ കേശവന് വേണമായിരുന്നു. കുട്ടാമ്മ ഞാനും കൂടെ വരട്ടെ. ഒരുത്തന്നെ വരണ്ട. എനിക്കറിയാം എങ്ങനെ പൈസ വാങ്ങിക്കണം. ശ്രീ ഇത് എങ്ങോട്ട് പോണേ? അതല്ല വഴി. വഴി മറന്നുപോയി. എന്റെ പൊന്നു ശ്രീ അടിയൊന്നും ഉണ്ടാക്കണ്ട. അമ്മായി എന്തിനു മണ്ടത്തരം കാണിച്ചേ? പോയി നീയും കൂടെ തുടങ്ങാതെ.